ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന്റെ ഭരണം പിടിച്ചെടുക്കുക, ഇറാനെ തച്ചുടയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി 16 ദിവസം മുമ്പാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനു നേരെ യുദ്ധം പ്രഖ്യാപിച്ച് ആക്രമണം തുടങ്ങിയത്. അതിന് തൊട്ടു മുമ്പ് വരെ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനെയും ഇറാന്റെ IRGC എന്ന വിപ്ലവ സേനയും പലതവണ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നറിയിപ്പ് കൊടുത്തു. ഈ യുദ്ധം നിങ്ങൾ തുടങ്ങിവെച്ചാൽ പിന്നെ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന്. അന്ന് ഇറാന്റെ കരുത്ത് കുറച്ചു കണ്ട് ഞങ്ങൾ കുറേ ആയുധങ്ങൾ പ്രയോഗിച്ചാൽ ഇറാൻ വാലും ചുരുട്ടി കാൽ കീഴിലേക്ക് വരുമെന്ന് ചിന്തിച്ച് അമേരിക്കയും ഇസ്രായേലും അവർക്കിഷ്ടമുള്ള പോലെ മുന്നോട്ട് പോയി. അതിൻ്റെ പരിണത ഫലം ഇത്രത്തോളം കടുത്തതായിരിക്കുമെന്ന് ഇസ്രായേലോ അമേരിക്കയോ കരുതിയിട്ടുണ്ടാകില്ല. ഏറ്റവും ആദ്യം പറയട്ടെ, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന് ആദ്യമായാണ് ഒരു ശത്രു രാജ്യം പ്രഖ്യാപിക്കുന്നത്. അതായത് അവരുടെ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും തസ്നീം ന്യൂസ് ഏജൻസിയുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആവർത്തിച്ചു പറയുകയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടുവെന്ന്. ഇസ്രായേൽ പ്രധാനമന്ത്രി താമസിച്ചിരുന്ന ബിൽഡിംഗ് അടക്കമുള്ളവ തച്ചു തകർത്തു ഇറാൻ എന്നതിൻ്റെ വീഡിയോകൾ ഒരു ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഗുരുതരമായ എന്തോ സംഭവിച്ചു എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകളുണ്ടായി. ഒക്കച്ചങ്ങായിയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പറയാതെ നിശബ്ദനായിരുന്നത് ദുരൂഹത വർദ്ധിപ്പിച്ചു. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ചില പ്രതികരണങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നു. നെതന്യാഹുവിന് ഒരു കുഴപ്പവുമില്ല, അദ്ദേഹം ജീവനോടെയുണ്ട്, പ്രചാരണങ്ങൾ അവാസ്തവമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അപ്പോഴും പ്രചാരണങ്ങളുടെ ശക്തിയും മൂർച്ചയും കൂടിക്കൂടി വന്നു. അങ്ങനെ ഒടുവിൽ നെതന്യാഹുവിൻ്റെ എക്സ് അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു വീഡിയോ എന്ന പേരിൽ ഒരു വീഡിയോ പുറത്തു വന്നു. അദ്ദേഹം ഏതോ ഒരു കടയിൽ പോയി ചായ കുടിച്ചിട്ട് വിരലൊക്കെ കാണിച്ചിട്ട് ഞാൻ ദാ ഇവിടെ ജീവനോടെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നൊരു വീഡിയോയാണത്. അത് AI വീഡിയോയാണോ ഇനി അല്ല ഒറിജിനൽ വീഡിയോയാണോ എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും യുദ്ധ ക്യാബിനറ്റ് അടക്കമുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ നിന്ന് നെതന്യാഹു എന്തിനു മാറി നിൽക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയർന്നു വരികയാണ്. ഇന്നത്തെ കാലത്ത് ഒരു AI വീഡിയോ ഒറിജിനലാണെന്ന രീതിയിൽ ജനറേറ്റ് ചെയ്യാനും അത് ലോകത്തെ കാണിക്കാനും ഒന്നും വലിയ പാടൊന്നുമില്ല. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ അത്തരത്തിൽ പല AI വീഡിയോകളും പ്രചരിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ രംഗത്ത് വരുമ്പോൾ നെതന്യാഹു ജീവനോടെ ഉണ്ട് എന്നു തന്നെയാണ് ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കേന്ദ്രങ്ങളും ശക്തമായി പറയുന്നത്. പക്ഷേ അതേസമയം ഇത് AI വീഡിയോ ആണോ എന്ന ചോദ്യത്തിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. പക്ഷേ നെതന്യാഹുവിനെ ആക്രമിക്കും അല്ലെങ്കിൽ നെതന്യാഹു ജീവനോടെ ഉണ്ടെങ്കിൽ കൊലപ്പെടുത്തുമെന്ന നിലപാടിൽ നിന്ന് ഇറാൻ ഒരു തരി പോലും പിന്നോട്ട് പോയിട്ടില്ല. തങ്ങളുടെ ടാർഗറ്റ്, പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കഴിഞ്ഞ ദിവസം IRGC വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നെതന്യാഹുവിന് വലിയ ലൈഫ് ത്രെറ്റ് ഉണ്ട്. നെതന്യാഹുവിനെ ഏത് നിമിഷവും കൊലപ്പെടുത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഇറാൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് യുദ്ധമാകുമ്പോൾ ഒരിക്കലും നെതന്യാഹുവിന് ഇസ്രായേൽ വിട്ട് വേറൊരു രാജ്യത്തേക്ക് അഭയം തേടാനൊന്നും കഴിയില്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് കൃത്യമായ ബൗണ്ടറികളുള്ളൊരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിനുള്ളിൽ കടന്നു കയറി അല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് ആയുധങ്ങൾ പ്രയോഗിച്ച് നെതന്യാഹു എന്ന ടാർഗറ്റിനെ ഇല്ലാതാക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമായതോടെ നെതന്യാഹുവിന് തീർച്ചയായും സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വരും. അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വരും. ബങ്കറുകളിലോ മറ്റോ കഴിയേണ്ടി വരും. ഒരുപാട് കാലം പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായി വരാം. ഒക്കെ അങ്ങനെ പലതരത്തിലുള്ള ഒളിവ് ജീവിതവും നെതന്യാഹുവിന് വേണ്ടി വന്നേക്കാം ജീവനോടെ ഉണ്ടെങ്കിൽ എന്നാണ് ഇപ്പോൾ ഉയരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും നെതന്യാഹു ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന് മറുപടി കൊടുത്ത് ഇസ്രായേൽ രംഗത്ത് വരുന്ന അതേ സമയത്ത് തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ അലി ലാരിജാനി, പ്രതിരോധ സേനയുടെ തലവൻ, അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ തുടങ്ങിയവർ തെരുവിലിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. നമ്മൾ ശക്തമായി പ്രതിരോധിക്കണം, പാശ്ചാത്യ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തുടരണം, ജനങ്ങൾ ഞങ്ങളോടൊപ്പം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ രക്തസാക്ഷികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ നേതാക്കൾ ഒരു മടിയുമില്ലാതെ ഒരു ഭയവുമില്ലാതെ തെരുവിലിറങ്ങി നടക്കുകയാണ്, ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്, അവിടുത്തെ സൈന്യത്തിനൊപ്പം നിൽക്കുകയാണ്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒക്കെ പറഞ്ഞത് പുതിയ ഭരണകൂടത്തെ ഞങ്ങൾ ഇല്ലാതാക്കും, ഞങ്ങൾ വധിക്കും എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു വലിയ ഭീഷണി അമേരിക്ക തുടരുമ്പോഴും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയം
വിഷയമല്ല, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാൻ്റെ ഭരണാധികാരികൾ പരസ്യമായി യുദ്ധരംഗത്തേക്ക് വരുന്നത്. അതല്ലെങ്കിലും രക്തസാക്ഷിത്വം, വീരമരണമാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്നവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഒരിക്കലും ഭീഷണിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കുന്നുണ്ടിപ്പോൾ എന്ന് വേണം കരുതാൻ. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്നതിനോട് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ വലിയ എതിർപ്പുണ്ട് എന്ന യാഥാർത്ഥ്യവും പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ലോകരാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്ന വിചിത്രമായ ദയനീയമായ കാഴ്ച കഴിഞ്ഞ ദിവസം ലോകം കണ്ടതാണ്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട്, നാറ്റോ സഖ്യങ്ങളോട്, എല്ലാ രാജ്യങ്ങളോടും എങ്ങനെയെങ്കിലും ഇറാന്റെ ഹോർമുസ് കടലിടുക്കിലെ അപ്രമാദിത്വം തകർക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ട്രംപിൻ്റെ വാക്ക് മുഖവിലക്കെടുക്കാൻ പോലും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല. കാരണം എന്താണ്? ഇറാൻ പറയുന്നത് അമേരിക്കയുമായും ഇസ്രായേലുമായുമാണ് ഞങ്ങൾക്ക് പ്രശ്നം. ഈ രണ്ട് രാജ്യങ്ങളുടെ കപ്പലുകൾ ഒരു കാരണവശാലും അതിലേ പോകാൻ സമ്മതിക്കില്ല. ആ രാജ്യങ്ങളുമായി വ്യാവസായിക വാണിജ്യ ബന്ധങ്ങളുള്ള ഒരു കപ്പലുകളോ ഒരു രാജ്യങ്ങളുടെ കപ്പലുകളോ അവരുമായി ചേർന്ന് നിൽക്കുന്ന അവരുടെ ബിസിനസ്സിന് വേണ്ടി പോകുന്ന ഒരൊറ്റ കപ്പലുകളും അതിലെ വിടില്ല എന്ന് ഇറാൻ തീർത്ത് പറയുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക്, അതായത് അമേരിക്കയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കാത്ത രാജ്യങ്ങൾക്ക് അതുവഴി പോകാമെന്ന സന്ദേശം വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നൽകിയിരുന്നു. ഇന്ത്യ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചു. ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോൾ കടത്തിവിടുകയാണ്. മറ്റു രാജ്യങ്ങൾക്കും ആ രീതിയിൽ ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ നടത്തിയ ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു തടസ്സവുമില്ലാതെ കപ്പലുകൾ കൊണ്ടുവരാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. പിന്നെ എന്തിനാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വാക്കുകേട്ട് ഇറാൻ്റെ വായിലേക്ക് ചെന്ന് കയറി കൊടുക്കുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. സത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ യുദ്ധം തുടങ്ങാൻ കാരണക്കാരാണ്? ഇസ്രായേലും അമേരിക്കയും മാത്രമാണ്. ഈ യുദ്ധം ഇതുവരെ എത്തിച്ചതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവർക്ക് രണ്ടുപേർക്കുമാണ്. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. മറ്റ് ലോകരാജ്യങ്ങളോടൊന്നും അവരൊന്നും ആലോചിച്ചിരുന്നില്ല. അവർ സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കുന്നു, പദ്ധതിയിടുന്നു, യുദ്ധം ചെയ്യാനായി ഇറങ്ങി പുറപ്പെടുന്നു, അത് നടപ്പാക്കുന്നു. അതാണ് ലോകം കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു കുടുക്കിൽപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ലോകരാജ്യങ്ങൾക്കില്ല. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ കാര്യം എന്താണെന്നറിയാമോ? അമേരിക്കയിൽ ഇന്ധനവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ പൈസയ്ക്ക് പെട്രോളും ഡീസലും അടിച്ചിരുന്ന അമേരിക്കൻ ജനത ഇപ്പോൾ ഇന്ധനവില വർധനയിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, ഇറാൻ തന്ത്രപ്രധാനമായ ഒരു ചെക്ക് അമേരിക്കയ്ക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അന്താരാഷ്ട്ര തലത്തിൽ ഇനി ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണ കടത്തി കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ എണ്ണ കൊണ്ടുപോയതിനു ശേഷം ആ എണ്ണ വ്യാപാരം നടത്തേണ്ടത് യുവാനിലായിരിക്കണമെന്നാണ് ഇറാൻ പറഞ്ഞതായി വാർത്തകൾ വരുന്നത്. യുവാൻ എന്ന് പറയുന്നത് ചൈനയുടെ കറൻസിയാണ്. സാധാരണഗതിയിൽ എണ്ണ വ്യാപാരം അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത് ഡോളറിലാണ്. അപ്പോൾ ഡോളറിനെ മാറ്റിക്കൊണ്ട് യുവാനിൽ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ വ്യാപാരം നടത്തണം. ഹോർമുസ് കടലെടുക്ക് വഴി പോകുന്ന എണ്ണ കപ്പലുകൾ ആ രീതിയിലേക്ക് നിലപാട് മാറ്റണമെന്നൊരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചതായി വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് അമേരിക്കയ്ക്കുള്ള ഏറ്റവും കനത്ത തിരിച്ചടിയാണ്. അതേ നാണയത്തിൽ എങ്ങനെയാണോ ഇറാനെ സാമ്പത്തികമായി ഉപരോധം ചെലുത്തി ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയും ഇറാൻ്റെ വ്യാവസായിക മേഖലയും തകർത്തത് അമേരിക്ക, സമാനമായ രീതിയിൽ ഇറാൻ അതുപോലുള്ള പ്രയോഗങ്ങൾ നടത്തി ഡോളറിനെ തകർത്ത് അവിടെ മറ്റ് കറൻസികൾ കൊണ്ടുവരാനുള്ള ശ്രമവും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ മറ്റൊരു വസ്തുത. ഇനി നോക്കുക, ഇസ്രായേൽ ആണെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് പോകുന്നു. ഇസ്രായേലിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. മരണസംഖ്യ കുറവാണെങ്കിലും 15ഓളം പേരാണ് ആകെ മരിച്ചതെന്നാണ് ഔദ്യോഗികമായി വരുന്നത്. മറ്റു രാജ്യങ്ങളാണെങ്കിൽ അത് ആയിരക്കണക്കിനായി കണക്കുകൾ വന്നേനെ. അല്ലെങ്കിലും ഇസ്രായേലിൽ നിന്ന് കൃത്യമായ കണക്കുകൾ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 15 പേര് ഇസ്രായേൽ മരിച്ചു എന്ന് അവർ ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിൽ അത് എത്രയായിരിക്കുമെന്ന് പലർക്കും പല രീതിയിൽ ഊഹിക്കാം. എന്തായാലും ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ ഇറാൻ കുറയ്ക്കുന്നില്ല. ഇറാൻ്റെ പ്രതിരോധത്തെ തടുത്തു നിർത്താൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയുന്നില്ല. അവിടെയാണ് ഇസ്രായേലിന് മാരകമായ തിരിച്ചടി എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും ഇത്രയും വലിയൊരു ആക്രമണം ഇസ്രായേലിലേക്ക് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പോലും ഞങ്ങൾ കൊല്ലും അല്ലെങ്കിൽ കൊന്നു എന്ന് ഇറാൻ പറയണമെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട്, അതിനുള്ള സന്നാഹം അവർക്കുണ്ട്, അതിനുള്ള ശ്രമങ്ങൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിനിടയിൽ ചർച്ചകളൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഞങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഈ വിധത്തിൽ യുദ്ധം ചെയ്യുമെന്ന് ഇറാൻ തീർത്തു പറയുമ്പോൾ അവർക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവരതിനുള്ള പദ്ധതികൾ ഇട്ടിട്ടുണ്ട്, അതിനുള്ള നീക്കങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഇസ്രായേലിന് അധോഗതിയായി മാറുന്നത്. നെതന്യാഹു ഇല്ലാത്ത ഒരു ഇസ്രായേൽ എന്ന നിലയിലേക്ക് പോലും പലതരത്തിലും പ്രചാരണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന്. ഇസ്രായേൽ വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. അതുപോലെ തന്നെ ട്രംപിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന്
കരയൂരാനുള്ള പല ശ്രമങ്ങളും അദ്ദേഹം നടത്തി. അതെല്ലാം പരാജയപ്പെട്ടു. ഇറാൻ 6 മാസക്കാലത്തോളം യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളെ മുഴുവൻ കൂടെ നിർത്താൻ ശ്രമിച്ചു. പക്ഷേ ഇറാനുമായി യുദ്ധം ചെയ്യാൻ ആർക്കും ധൈര്യമില്ല. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയേണ്ട കാര്യം, ഇറാനുമായി യുദ്ധം ചെയ്യാനായിട്ട് ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാകും, ഗൾഫ് രാജ്യങ്ങൾ രംഗത്ത് വരും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ട്രംപിനുണ്ടായിരുന്നു. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ ആരും തന്നെ ഇറാനുമായി പരസ്യമായി ഒരു യുദ്ധത്തിലേക്ക് പോകാൻ സന്നദ്ധരായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. രണ്ടാമതായി, ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ചൈന അടക്കമുള്ള രാജ്യങ്ങളുമായി അമേരിക്കയുമായി ഒപ്പം നിൽക്കേണ്ട നാറ്റോ രാജ്യങ്ങൾ, ബ്രിട്ടൻ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളുമായി അമേരിക്ക ചർച്ച നടത്തി. പക്ഷേ ആരും അമേരിക്കയ്ക്കൊപ്പം ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറല്ല. കാരണം അതൊരു വലിയ അപകടമാകും, അപകട ചുഴിയാകും, അതൊരു വലിയ കെണിയാകും. ലോകം മുഴുവൻ സ്തംഭിക്കുന്ന വലിയ പ്രശ്നങ്ങളിലേക്ക് അത് പോകുമെന്ന് ലോകരാജ്യങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും മാത്രമാണ് ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുമായി ചേർന്ന് നിൽക്കുന്ന സഖ്യകക്ഷികളെയും ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ അമേരിക്കയും ഇസ്രായേലുമായുള്ള ബാന്ധവം ഇല്ലാതാക്കിയാൽ ഹോർമുസ് കടലിടുക്കിൽ ഒരു പ്രശ്നവുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ സുഖമായി അവരുടെ വ്യവസായവുമായി മുന്നോട്ട് പോകാം. ആകെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമേ തിരിച്ചടി ഉണ്ടാകൂ, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന നിലയിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അത്രയും നല്ലൊരു ഓഫർ ഇറാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തിനാണ് വെറുതെ യുദ്ധത്തിലേക്ക് പോയി വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത് എന്ന് ലോകരാജ്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടുകൂടി ട്രംപിന് കനത്ത തിരിച്ചടിയും ഇസ്രായേലിന് വലിയ ദുരന്തവും, മൊത്തത്തിൽ ഈ യുദ്ധം തുടങ്ങി വെച്ചവർക്ക് അധോഗതിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.